നോക്കാം. നമുക്ക് കഴിക്കാല്ലേ ഒരു സാലഡ്. നിർത്തിയോ? ഇതിപ്പോ തീരും. അറ്റാക്ക്. ഇപ്പൊ നമുക്ക് കഴിക്കല്ലേ ഇനി? എന്നാ ശരി, നിങ്ങൾ കഴിക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ കണ്ടല്ലോ അല്ലേ? ഇതെൻ്റെ ഉപ്പച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. ഉപ്പച്ചി പറയും പ്രവാസികളൊക്കെ സമയം കിട്ടാതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണിത്. കുക്കറിലാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുന്നായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. എന്നാൽ നമുക്ക് നമ്മൾ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടി ഞാൻ 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 3 കപ്പ് അരിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 സവാള അരിഞ്ഞത്, വലുതാണെങ്കിൽ 1 മതി. പിന്നെ പുതിനയും മല്ലിച്ചപ്പും മിക്സ് ചെയ്തത്, 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 1 തക്കാളി അരിഞ്ഞത്, പിന്നെ 2 ചെറിയ പട്ട, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് ഏലക്കായി, കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് കിസ്മിസ്, 1 ചെറിയ ക്യാരറ്റ് അരിഞ്ഞത്, കുറച്ച് തൈരുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. നമുക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ 2 സ്പൂണോളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നെയ്യ് ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഈ കൂട്ടും സവാളയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും തക്കാളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ബിരിയാണി മസാല, ഗരം മസാല ഇതൊക്കെ ഇട്ട് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ചിക്കനും മല്ലിയിലയും പുതിനയും 2 സ്പൂൺ തൈരും ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ച 3 കപ്പോളം റൈസും ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ കുറച്ച് ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഞങ്ങളിപ്പോൾ 3 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളമാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കുക്കർ ഒന്ന് അടച്ച് വെച്ച് 1 വിസിലിന് ശേഷം 2ാം വിസിലാവുന്നതിന് മുന്നേ നമ്മളിതൊന്ന് ഓഫ് ചെയ്യണം. ഇപ്പോൾ 2ാമത്തെ വിസിലടിക്കാനായി. അതിന് മുന്നേ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇപ്പച്ചി പറഞ്ഞിട്ടുള്ള ക്യൂക്ക് യമ്മി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. ഇനി വേണമെങ്കിൽ ഡെക്കറേഷൻ നിങ്ങൾക്ക് സാലഡൊക്കെ ഇതിൻ്റെ മുകളിൽ ഇടാം. അപ്പോൾ നമ്മളുടെ യമ്മി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും ഈസി ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണി തന്നെ കേട്ടോ. അത് നിങ്ങളെല്ലാവരും ട്രൈ എന്തായാലും ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ. വീണ്ടും അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും.